ഹായ്, ചോറ് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ചട്നിയുടെ ഒപ്പമോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അളവെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ചോറ് എത്രയാണ് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് എടുത്തിട്ട് ഇതുപോലൊന്ന് പൾസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. സ്പീഡ് കൂട്ടിയിട്ടിട്ട് അരച്ചെടുക്കേണ്ട. നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ ആദ്യം ഇവിടെ ഒരു 2-3 സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നീട് ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ചോറിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ അരിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇത് ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ വടയുടെ ഷേപ്പിലാണ് എടുക്കുന്നത്. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി. അതിനി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ചെയ്തെടുക്കാം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നല്ല ക്രിസ്പിയാണ്. എണ്ണയൊന്നും കുടിക്കാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ഓയിൽ തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണ്ട. അങ്ങനെയാകുമ്പോൾ എണ്ണ ഒരുപാട് ഈ ഒരു സ്നാക്കിലേക്ക് കുടിക്കും. ഒരു സൈഡാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് കളറ് മാറാൻ വേണ്ടി നിൽക്കേണ്ട. ഇതുപോലൊന്ന് പുറമേ ഒന്ന് നല്ലപോലെ മൊരിഞ്ഞൊക്കെ വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഫ്ലെയിം മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചട്നി കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുട്ടികൾക്ക് കെച്ചപ്പാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് കെച്ചപ്പ് കൂട്ടിയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഈസിയാണ്, നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്